ഓക്കെ, സോ എല്ലാവരും ഒരു മിനിറ്റ്. യെസ്, ഇപ്പോൾ ഓക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫ്രെയിം. എനിവേ, നിങ്ങളെല്ലാവരും വില കൂടിയ ഫോണുകളുടെ കമ്പാരിസൺ വീഡിയോ കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോയുടെ മേളിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. അതായത് നിങ്ങളിൽ 95% അല്ല 99% ആളുകൾക്ക് ഇത്തരത്തിലുള്ള വില കൂടിയ ഫോൺ, അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ 1.25 ലക്ഷം രൂപ വില വരുന്ന ഫോണുകളുടെ ആവശ്യമില്ല. ഒരു 30-35 രൂപ കൊടുത്താൽ കിടുക്കാച്ചി ഫോൺസ് ഇപ്പം മാർക്കറ്റിൽ കിട്ടും. ഡിസൈന് ഡിസൈൻ, ബിൽഡിന് ബിൽഡ്, IP69 നല്ല ക്യാമറ, പെർഫോമൻസ്, ബാറ്ററി ബാക്കപ്പ്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എല്ലാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ദി ബെസ്റ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടുമായിരിക്കും മെയിൻ ഓപ്ഷൻസ് 1 lakhന്റെ മേളിലേക്ക് നോക്കുകയാണെങ്കിൽ. സോ S25 അൾട്രയുടെ പ്രൈസ് ആണ് 1,29,000 rupees, അതായത് 1,30,000 രൂപയാണ് പ്രൈസ്. ഈ iPhone 16 Proയുടെ പ്രൈസ് ആണ് 1,19,000 rupees. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് 128 GB ആണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഇപ്പോഴും പ്രോ ഫോൺസിൽ 128 GB കൊടുക്കുന്നത്? ഐ ഡോണ്ട് നോ. ആക്ച്വലി ഐ നോ, ആപ്പിൾ ക്ലൗഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ വിറ്റ് പോകാൻ വേണ്ടിയാണ്. കാരണം ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഫോണിൽ. എനിവേ 256 GB തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം പ്രൈസ് ആണ്. 1,29,000 rupees ആണ് രണ്ടിൻ്റെയും പ്രൈസ്. നോർമലി ഈ കമ്പാരിസൺ വീഡിയോസിൽ ഷെയർ ചെയ്യാത്ത ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസും ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വീഡിയോ ഫുള്ള് കാണുക. അൾട്ര വേഴ്സസ് ഐഫോണിൻ്റെ കമ്പാരിസൺ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ചും ഇൻ ഹാൻഡ് ഫീൽ ഡിസൈൻ്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അൾട്ര ഭയങ്കര കൂർത്തിരിക്കുന്ന കോർണേഴ്സ് ആണ് വരുന്നത്, കർവ്ഡ് ഫ്രെയിം ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഫ്ലാറ്റ് ബോക്സ് ഡിസൈനിലാണ് വരുന്നത്, പക്ഷേ കോർണേഴ്സ് കർവ്ഡ് ആണ്. ഇത്തവണ അങ്ങനെ നെഹിഹെ, കാരണം ഇത്തവണ സാംസങ് അൾട്രയുടെ കോർണേഴ്സ് കർവ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഫ്രെയിം കംപ്ലീറ്റ്ലി ഐഫോൺ പോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാൽ കോർണേഴ്സ് ഇപ്പോഴും ഭയങ്കരമായിട്ട് കർവ് ആയിരിക്കുന്നത് നമ്മുടെ ഐഫോണിലാണ്. അതുകൊണ്ടുള്ള ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അൾട്ര നോക്കുമ്പോൾ ഒരു ടിവിയുടെ ഫീൽ ആണ് കിട്ടുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൽ വെബ് സീരീസും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു TV പോലെ ഇരിക്കുന്ന ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ഇപ്പോഴും ഓൾമോസ്റ്റ് റെക്ടാങ്കിൾ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി നൈസ്. പിന്നെ ഒരു മേജർ ഡിഫറൻസ് ആണ് സൈസ് ചെറുതാണ്. ഓക്കെ, 6.3 ഇഞ്ചാണ് സൈസ്. ഇതറിയാലോ, ഇത്തവണ 6.9 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. സോ ഇതൊരു യമണ്ടൻ പലക ഫോണാണെങ്കിൽ ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ഫോണാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു നോർമൽ സൈസ് അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് സൈസ് ഉള്ള അൾട്ര ഫോൺ വന്നിരുന്നെങ്കിൽ അത് പൊളിച്ചേനെ, അത് അടിപൊളിയാണ്. പക്ഷേ അങ്ങനെ വന്നാൽ പിന്നെ അൾട്രയുടെ ആ ഒരു അൾട്ര ഫീൽ അങ്ങ് പോയി കിട്ടും. സോ ഐ ഡോണ്ട് നോ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. അതായത് ഈ സൈസിൽ നിങ്ങൾക്ക് അൾട്ര ഫോൺ കിട്ടിയാൽ നിങ്ങൾ വാങ്ങുമോ? സാംസങ് അൾട്ര മിനി വന്നാൽ നിങ്ങൾ വാങ്ങുമോ? താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെസ് റോൾ. നിങ്ങൾക്ക് ഈ സൈസുള്ള ഐഫോൺ വേണമെങ്കിൽ പ്രോ മാക്സ് വാങ്ങാം ആക്ച്വലി. എന്നാൽ ഒരു തവണ നിങ്ങൾ ഇത്തരത്തിലുള്ള കോമ്പാക്ട് സൈസ്, കോമ്പാക്ട് ആയതുകൊണ്ട് പെർഫോമൻസിലും അല്ലെങ്കിൽ ഫീച്ചേഴ്സിലും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു തവണ നമ്മൾ ഇത്തരത്തിലുള്ള കോമ്പാക്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള വലിയ പലക യമണ്ടൻ ഫോണിലേക്ക് മാറാൻ ഞാൻ ഇപ്പോഴും കുറച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വെരി വെരി കംഫർട്ടബിൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാംസങ്ങും ഇത്തരത്തിലുള്ള ഈ സൈസിലുള്ള അൾട്ര ഫോൺ ഇറക്കിയാൽ അത് ഇറ്റ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. രണ്ട് ഫോൺസിലും ഗ്രേഡ് 5 ടൈറ്റാനിയം ഫ്രെയിം ആണ് വരുന്നത്. അൾട്രയിൽ ഗൊറില്ല ആർമർ 2ന്റെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഐഫോണിൽ അറിയാലോ സെറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ ആണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഗൊറില്ല ഗ്ലാസ് ആർമർ കുറച്ചും കൂടി സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്. ഞാൻ ആക്ച്വലി സാംസങ് അൾട്ര ഫോൺസ് വിത്തൗട്ട് സ്ക്രീൻ ഗാർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു സ്ക്രാച്ച് ഇതുവരെ വന്നിട്ടില്ല, ഇതിന് മുന്നേ വന്ന അൾട്ര ഫോൺസ് ആണെങ്കിൽ. പക്ഷേ ഐഫോണിൽ എനിക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ, കാരണം സെറാമിക് ഷീൽഡ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെങ്കിലും സ്ക്രാച്ച് റെസിസ്റ്റന്റ് അല്ല, അത്യാവശ്യം നല്ല സ്ക്രാച്ചസ് വീഴും. S25 അൾട്രയുടെ കളർ ഓപ്ഷൻസ് ആണ് ടൈറ്റാനിയം സിൽവർ ബ്ലൂ, ഗ്രേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിൽവർ. പിന്നെ അറിയാലോ, സാംസങ്ങിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് കളേഴ്സ് കിട്ടും. ജെറ്റ് ബ്ലാക്ക്, ജെയ്ഡ് ഗ്രീൻ ആൻഡ് പിങ്ക് ഗോൾഡ്. എൻ്റെ സജഷൻ ആയിരിക്കും ആ ജെറ്റ് ബ്ലാക്ക് ഓപ്ഷൻ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ 1-2 ഫോട്ടോസ് ട്വിറ്ററിൽ കണ്ടായിരുന്നു. ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ക്ലാസി. 16 Proയിൽ നാച്ചുറൽ ടൈറ്റാനിയം, ബ്ലാക്ക്, ഡെസേർട്ട് ആൻഡ് വൈറ്റ്, ഈ 4 ഓപ്ഷൻസിലാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ്ങിന്റെ ഡിസ്പ്ലേയുടെ മേളിൽ വളരെ ചെറിയൊരു പഞ്ച് ഹോൾ കട്ടൗട്ടാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ മേളിൽ ആ ഒരു കുറി, വലിയൊരു കറുത്ത ഇങ്ങനെ കുറിയുണ്ട്. ഏതൊരു സീരീസിൽ അറിയാം, ഞാൻ സീരീസിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ സീരീസിൽ ഭയങ്കര വൈഡ് ഒരു സിറ്റിയുടെ ഒരു നഗരത്തിന്റെ വൈഡ് ഇങ്ങനെ ഒരു കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഷോട്ട്. ആ ഷോട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കറുത്ത ബിൽഡിംഗ്, ഇങ്ങനെ നല്ല പൊക്കമുള്ള ഒരു പക്ഷെ മാച്ച് ആവുന്നില്ലല്ലോ. പിന്നെ പെട്ടെന്നാണ് റിയലൈസ് ചെയ്തത് ബിൽഡിംഗ് അല്ല, നമ്മുടെ സ്വന്തം ഈ
പിൽ കട്ടൗട്ട് ആയിരുന്നു. ഓക്കെ, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് iPhone 16 Proയിൽ കിട്ടും. മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ അൾട്രയാണ് മുന്നിൽ. ഓക്കെ, പ്രാക്ടിക്കൽ യൂസിൽ, ഒരു പേഴ്സണൽ യൂസിൽ രണ്ടിൻ്റെയും ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. ഔട്ട്ഡോറിൽ കൊണ്ടുപോകുമ്പോൾ എല്ലാം ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ മാപ്പ് 2 ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. നല്ല പൊള്ളുന്ന വെയിലിലും ക്ലിയർലി കാണാൻ പറ്റും. എന്നാൽ ഐഫോണിൻ്റെ ഡിസ്പ്ലേ HDR10+ ആൻഡ് ഡോൾബി വിഷൻ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് ഈ ജന്മത്ത് ഇനി എന്തായാലും ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് അവർ കൊടുക്കില്ല. കാരണം ഈ HDR10+ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സ്വന്തം സർട്ടിഫിക്കേഷനാണ്. ഡോൾബി വിഷൻ എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും ടെക്നോളജി കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ഡോൾബി വിഷൻ എന്ന് പറയുമ്പോൾ ഡോൾബി എന്ന കമ്പനിയുടെ സർട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് സാംസങ് അവരുടെ TV-യിൽ പോലും ഡോൾബി വിഷൻ സർട്ടിഫിക്കേഷൻ തരാറില്ല. എന്നോട് ഒരു ഡിസ്പ്ലേ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ സെലക്ട് ചെയ്യും. ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് ഇതിൽ 8-bit ഡിസ്പ്ലേ ആണ്, ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് 10-bit ഒക്കെ തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണിന് അത്രയും അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. 8-bit 10-bit ഉണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് ഞാൻ എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ഉപയോഗിച്ച ഒരാളാണ്. ദിസ് ഇസ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. എന്നാൽ കുറച്ചും കൂടി കളർ ആക്യുറസി വേണമെങ്കിൽ, അതായത് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടി കളർ ആക്യുറേറ്റ്. സാംസങ് ദിസ് ടൈം സ്പീക്കർ പെർഫോമൻസ് അമേസിംഗ് ആണ്. സോ പ്രോ മാക്സിനെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. തീർച്ചയായിട്ടും പ്രോയിനെക്കാളും ബെറ്റർ സ്പീക്കർ പെർഫോമൻസ് പ്രോ മാക്സിൽ കിട്ടും. പക്ഷേ പ്രോ മാക്സും ഈ ഫോണും കമ്പയർ ചെയ്ത വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അതിലവർ പറയുന്നത് ഇതിൻ്റെ ബെറ്ററാണ്. കാരണം ഐ ക്യാൻ റിയലി ഫീൽ ഇംപ്രൂവ്മെൻറ്റ്. അമേസിംഗ് സ്പീക്കർ പെർഫോമൻസ് ആണ് ഈ ഫോണിലുള്ളത്. ഞാൻ ഉപയോഗിച്ച ഫോണുകൾ വെച്ച് നോക്കുമ്പോൾ ദി ബെസ്റ്റ് സ്പീക്കർ പെർഫോമൻസ് ആണ്. നല്ല ലൗഡാണ്, നല്ല ക്ലിയർ ആണ്, റിച്ച് സൗണ്ട് ആണ് തരുന്നത്. സോ ഗുഡ് ജോബ് സാംസങ്. ഇനി 2 ഫോണുകളിലുള്ള ചില സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം. സോ അറിയാലോ, ഇവിടെ നമ്മുടെ സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അൾട്രാസോണിക് സെക്കൻഡ് ജനറേഷൻ ആണ് തോന്നുന്നു. സെക്കൻഡ് ജനറേഷൻ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കിട്ടുന്നത്. നല്ല സെക്യൂർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫേസ് ID ആണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്നാൽ ഈ 2 ടെക്നോളജീസും ഉള്ള ഒരു ഫോൺ ഈയിടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏത് ഫോണാണ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഒരു ക്ലൂ തരാം, ആ ഫോൺ ഇന്ത്യയിൽ വന്നിട്ടില്ല. ഓക്കെ, ഐഫോണിൽ ദൈ കാണുന്ന ആക്ഷൻ ബട്ടൺ ഉണ്ട്. പിന്നെ ഇത്തവണ എന്തിനാണെന്നറിയില്ല ക്യാമറ ബട്ടൺ അല്ലെങ്കിൽ ക്യാമറ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ബട്ടൺ യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ മെജോറിറ്റി ആളുകൾ അത് നമ്മുടെ മ്യൂട്ടും അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാനും അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ക്യാമറ കൺട്രോൾ ഫ്രാങ്ക്ലി ഞാൻ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഐ ഫൈൻഡ് ഇറ്റ് വെരി വെരി, ഞാൻ യൂസ്ലെസ് പറയൂല, പക്ഷേ വെരി വെരി അൺനെസസറി, അനാവശ്യമായൊരു ഫീച്ചറായി പോയി. നോട്ട് ടിപ്പിക്കൽ ആപ്പിൾ നോർമലി അങ്ങനെ അനാവശ്യമായ കാര്യങ്ങളൊന്നും അങ്ങനെ തരാറില്ല ഭയങ്കരമായിട്ട്. പക്ഷേ ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. പക്ഷേ ഐ ഡോണ്ട് യൂസ് ഇറ്റ്. ആക്ച്വലി ഇപ്പം ഇതിൽ വിഷ്വൽ ഇൻ്റലിജൻസ് വന്നതിന് ശേഷം, വിഷ്വൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ ബേസിക്കലി ഗൂഗിൾ ലെൻസ് ആണ് സംഭവം. ഓക്കെ, അത് ഇതുണ്ടെങ്കിലേ വർക്കാവുള്ളൂ. സോ അത് ഉപയോഗിക്കാൻ വേണ്ടി ഞാനിത് പ്രസ് ചെയ്യുന്നല്ലാതെ ഈ ക്യാമറ അല്ലെങ്കിൽ സൂം ഇൻ സൂം ഔട്ട് അതിനൊന്നും വേണ്ടി ഉപയോഗിക്കാറില്ല. കാരണം ഇത് കംഫർട്ടബിൾ അല്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് ഈ ഫോണിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ അൾട്രയിൽ എല്ലാ വർഷം വരുന്ന പോലെ ഇത്തവണയും S Pen വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എടുത്ത് കളഞ്ഞു. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. സോ റൈറ്റിംഗ്, ഡ്രോയിങ്, സ്കെച്ചിങ്, പിന്നെ അറിയാലോ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോണിൽ അറിയാലോ ഒരു ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. സോ ലൈവ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ലൈവ് അലേർട്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നല്ലതാണ്. പക്ഷേ ഇത്തവണ One UI 7-ൽ സാംസങ് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ട് നൗ ബാർ എന്നൊരു ഫീച്ചർ തുടങ്ങിയിട്ടുണ്ട്. അതായത് താഴെ കണ്ടില്ല, ഇതാണ് ബേസിക്കലി നൗ ബാർ. സോ ഇവിടെ നമുക്കത് ഇങ്ങനെ ലൈവ് അലേർട്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഇത് മേളിലായതുകൊണ്ടും അങ്ങനെ നമുക്ക് എപ്പോഴും എത്തിയിട്ട് ക്ലിക്ക് ചെയ്യുക പരിപാടിയെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് താഴെ ആയതുകൊണ്ടും ലോക്ക് സ്ക്രീനിൽ വരുന്നതുകൊണ്ടും ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആക്ച്വലി. ഐ റിയലി ലൈക്ക് ദിസ്. സാംസങ്ങിൽ നമുക്ക് ഇപ്പോഴും 2 ഫിസിക്കൽ സിം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഒരേ ഫോണിൽ 2 സിം ഇട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഒരു സിം മാത്രമേ, ഫിസിക്കൽ സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡറി സിം ഈ സിം ആയിരിക്കണം നിർബന്ധമായിട്ട്. സാംസങ്ങിലും ഈ സിം യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഒരു ഫിസിക്കൽ സിം പ്ലസ് ഒരു ഈ സിം, അല്ലെങ്കിൽ 2 ഫിസിക്കൽ സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റുകളുമായാണ് ഈ 2 ഫോൺസും വരുന്നത്. സാംസങ്ങിൽ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Elite ആണെങ്കിൽ iPhone 16 Proയിൽ A18 Pro ചിപ്സെറ്റ് ആണ് വരുന്നത്. രണ്ടും വളരെ വളരെ പവർഫുൾ ചിപ്സെറ്റ്സ് ആണ്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ ഒരു ഇഷ്യൂ ഇല്ല. പ്രൊസസ്സറുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏത് ഫോണിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ 2 ഫോണുകൾക്ക് ചെയ്യാൻ പറ്റും. അത് ഹെവി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈവൻ ഹെവി ഗെയിംസ് ആണെങ്കിലും BGMI, കോൾ ഓഫ് ഡ്യൂട്ടി, ഗെൻഷൻ ഇമ്പാക്റ്റ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പുഷ്പം പോലെ 2 ഫോൺ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ സ്റ്റിൽ ഗെയിമിങ്ങിന് വേണ്ടി ഞാൻ ഐഫോൺ റെക്കമെൻഡ് ചെയ്യും. കാരണം ആ ഒരു ആപ്പ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ആപ്പ് സ്റ്റെബിലിറ്റി ഒപ്റ്റിമൈസേഷൻ, പിന്നെ കുറച്ചും കൂടി കോൺസ്റ്റന്റ് FPS, അതായത് പ്രോ ലെവൽ ഗെയിം. അതുകൊണ്ടായിരിക്കും പ്രോ ഗെയിമേഴ്സ് ഒക്കെ ഐഫോൺ യൂസ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. പിന്നെ അറിയാലോ ഐഫോണിൽ ഈ കോൺസോൾ ലെവൽ ഗെയിമിംഗ് ഒക്കെ ഇപ്പം പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ അസാസിൻ ക്രീഡ്, റെസിഡന്റ് ഈവിൽ ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ നമുക്ക് ഐഫോണിൽ കളിക്കാൻ പറ്റും. എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് ആൻഡ്രോയിഡിലും ഇത് വരികയാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോണിനും ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല, വരട്ടെ. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഐഫോണിൽ 8 GB റാം ആണ് കിട്ടുന്നത്, ഇവിടെ നമുക്ക് 12 GB റാം കിട്ടുന്നുണ്ട്. ഫ്രാങ്ക്ലി അത് നോർമൽ യൂസിൽ അത്രയും വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ ഐഫോൺ നോർമലി ഭയങ്കര എഗ്രസീവ് ആണ് റാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. അതായത് ഈ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി അധികം നേരം ഐ ഫെൽറ്റ് സാംസങ്ങിൽ നിൽക്കുന്നുണ്ട്. പഴയ ആപ്ലിക്കേഷൻ, ഇന്നലെ തുറന്നു വെച്ച ആപ്ലിക്കേഷനൊക്കെ ഇന്നും ചിലപ്പോൾ ഓപ്പൺ ആകുമ്പോൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ തന്നെ ഇരിക്കണം. ആ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിലാക്കിയാൽ ആ ഡൗൺലോഡ് അവിടെ വെച്ച് നിൽക്കും. പക്ഷേ സാംസങ് ആണെങ്കിലും മറ്റ് ആൻഡ്രോയിഡ് ഫോൺസ് ആണെങ്കിലും ആ ഒരു ഇഷ്യൂ ഇതിലില്ല. സോ നമുക്ക് ഈസിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അപ്ലോഡും ഡൗൺലോഡൊക്കെ ചെയ്യാൻ പറ്റും. മിക്ക എല്ലാ ആൻഡ്രോയിഡ് കമ്പനികളും ആ ഒരു സിലിക്കോൺ കാർബൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നല്ലോണം ബാറ്ററി കൂട്ടി 5500, 6000, 6500 ഒക്കെ ആക്കിയിരുന്നു. പക്ഷേ സാംസങ് സ്റ്റിൽ 5000 mAh ആണ്. പക്ഷേ ഇത്തവണ എന്താണെന്നറിയില്ല, AI ആണോ അതോ പുതിയ ചിപ്സെറ്റ് ആണോ, പക്ഷേ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് വെരി വെരി നൈസ് ആക്ച്വലി. ഇതിനേക്കാളും പ്രോനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് ഇവിടെ S25 അൾട്രയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഐഫോണിൻ്റെ പ്രോയിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോ മാക്സ്, ആ വലിയ പ്രോ മാക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ ഐ ഫീൽ S25 അൾട്രേനേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് കിട്ടും. പക്ഷേ ഈ രണ്ട് ഫോണുകളുടെയും ബാറ്ററി ബാക്കപ്പ് നല്ലതാണ്. 7-8 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം മോഡറേറ്റ് യൂസിൽ കിട്ടുന്നുണ്ട്. ചാർജിങ് സ്പീഡിലും സാംസങ് ആണ് മുന്നിൽ. ഏകദേശം രണ്ട് ഫോണുകളും സ്ലോ ചാർജിങ് ആണ് ഈ ചൈനീസ് കമ്പനികളുടെ ചാർജിങ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ സ്റ്റിൽ ഈ രണ്ട് ഫോണുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോഴും 1.25 മണിക്കൂർ എടുക്കും എന്തായാലും. ഇത്തവണ ഈ രണ്ട് കമ്പനികളും അവരുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അവരുടെ UI മാറ്റങ്ങൾ, അതായത് അപ്ഗ്രേഡ് അല്ലെങ്കിൽ മോഡിഫിക്കേഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ പുതിയ ഫീച്ചേഴ്സ് അറിയാലോ, ഇത്തവണ വന്നിരിക്കുന്ന iOS 8 കുറേ പുതിയ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് One UI 7. ഓക്കെ, ഫോർ എക്സാമ്പിൾ iOS 18.3 നമുക്ക് ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പേസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ സെൻറ്ററിൽ കൂടുതൽ പേജസ് കൊടുത്തിട്ടുണ്ട്. ക്വിക്ക് ടോഗിൾസിന്റെ സൈസ് വലുതാക്കാം ചെറുതാക്കാം. കോൾ റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. ഐക്കൺസ് ഡാർക്ക് മോഡ് ലൈറ്റ് മോഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ക്വിക്ക് കൺട്രോൾസ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. One UI 7 നോക്കുകയാണെങ്കിൽ സിസ്റ്റം ഐക്കൺസ് മാറ്റിയിട്ടുണ്ട്. ഐക്കൺസ് കുറച്ചും കൂടി റൗണ്ടഡ് ആണ്. ആനിമേഷൻസിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പുതിയ നൗ ബാറിന്റെ ഫീച്ചർ ഉണ്ട്. ക്യാമറ UI മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് സെറ്റിംഗ്സ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ക്വിക്ക് ഡോഗിൾസ് നമുക്ക് iOS പോലെ തന്നെ വലുതാക്കാം ചെറുതാക്കാം റീഅറേഞ്ച് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ S25 അൾട്ര ഒരു ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് മൾട്ടി ടാസ്കിംഗ് പോസിബിൾ ആണ്. പ്ലസ് വലിയ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് മേളിലും താഴെ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വരെ നോട്ട്സ് ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വാട്സാപ്പിൽ ചാറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഫോണുകളിലും AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ആപ്പിൾ കഴിഞ്ഞ വർഷം WWDC ഇവന്റിലാണ് അത് അനൗൺസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഇത് ബീറ്റ വെർഷനിലാണ് കിടക്കുന്നത്. അതുമാത്രമല്ല, ഓരോ ഫീച്ചർ വരുമ്പോൾ ആദ്യം US-ലും പിന്നെ യൂറോപ്പിലും പിന്നെ ഇന്ത്യയിലും ഇംപ്ലിമെന്റേഷൻ ഓവറോൾ ഭയങ്കര മോശമായിരുന്നു. ഫീച്ചേഴ്സും കുറവാണ്. പിന്നെ പല ഫീച്ചേഴ്സും നല്ലോണം വർക്ക് ആവുന്നില്ല. സിരി ആണെങ്കിൽ അവർ പറഞ്ഞു ഭയങ്കര സംഭവമായിരിക്കും. പക്ഷേ ഇപ്പോഴും സിരി മിക്ക എല്ലാ കാര്യങ്ങളും ChatGPT ഒക്കെ അയച്ചു കൊടുക്കുകയാണ്. ChatGPT ആണ് ബാക്കിലിരുന്ന് മൊത്തം വർക്ക് ചെയ്യുന്നത് ആക്ച്വലി. ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ ജെമിനി ലൈവ് ഒക്കെ ഉണ്ടല്ലോ, ഹ്യൂമൻ ലൈക്ക് ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അതൊന്നും ആപ്പിളിൽ ഇതുവരെ വന്നിട്ടില്ല. പ്ലസ് സാംസങ്ങിൻ്റെ ഓരോ ഫീച്ചേഴ്സ് ഇത്തവണ കണ്ടില്ല, നൗ ബ്രീഫിൻ്റെ ഫീച്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ ജെമിനി പ്ലസ് ബിക്സ്ബിയുടെ ഒരു കോമ്പിനേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ നാളെ മാച്ച് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. അതായത് നെക്സ്റ്റ് ഇന്ത്യയുടെ മാച്ചിനനുസരിച്ചുള്ള റിമൈൻഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അതിനൊക്കെ അത് എപ്പോഴും വർക്ക് ആവില്ല, പക്ഷേ ദാറ്റ് ഫീച്ചർ ഇസ് നൈസ്. അപ്പോൾ അതൊക്കെ അത് സാംസങ് ഓപ്റ്റിമൈസ് ചെയ്യും. പിന്നെ ജനറേറ്റീവ് AI ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്നത് സാംസങ്ങിലാണ്. സോ ഏത് ബ്രാൻഡ് ആണെങ്കിലും, ആപ്പിൾ മാത്രമല്ല മറ്റ് ആൻഡ്രോയിഡ് ബ്രാൻഡ്സ് ആണെങ്കിലും സാംസങ്ങിൻ്റെ AI അല്ലെങ്കിൽ ഗാലക്സി AI വളരെ വളരെ മുന്നിലാണ്. നെക്സ്റ്റ് നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ കമ്പാരിസൺ ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. പക്ഷേ ഡീറ്റെയിലിൽ ഓരോ ക്യാമറ അല്ലെങ്കിൽ ഓരോ ഫോട്ടോ വീഡിയോ എങ്ങനെയൊക്കെയാണ് വരുന്നത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മെയിൻ ക്യാമറ സാമ്പിൾസ് നോക്കാം. രണ്ട് ഫോണുകളും നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ആണ് എടുത്തിരുന്നത്, കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ആണല്ലോ. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സൂം ചെയ്ത് നോക്കിയാൽ ഐഫോൺസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഐഫോൺ 24 മെഗാപിക്സൽ ഫോട്ടോസ് ആണ് ബൈ ഡിഫോൾട്ട് സേവ് ചെയ്യുന്നത്. സാംസങ്ങിൽ അറിയാലോ, ആ ഒരു ചെറിയൊരു ബൂസ്റ്റിംഗ് ഉണ്ട്. റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ബൂസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഐഫോണും ഭയങ്കര നാച്ചുറൽ ഫോട്ടോസ് അല്ല ക്യാപ്ചർ ചെയ്യുന്നത്. നാച്ചുറൽ വേണമെങ്കിൽ പിക്സൽ എടുക്കേണ്ടി വരും. പക്ഷേ ഈ രണ്ട് ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ
കുറച്ചും കൂടി ബൂസ്റ്റഡ് കളേഴ്സ് സാംസങ്ങിലാണ് വരുന്നത്. പിന്നെ ഈ ഫോട്ടോ കണ്ടില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ വൈറ്റ് കുറച്ചും കൂടി പ്രോസസ്സ് ചെയ്ത് കാണിക്കുന്നത് ഐഫോണിലാണ്. എന്നാൽ ചിലർക്ക് ആ ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഫീൽ ആയിരിക്കും ഇഷ്ടം സാംസങ്ങിലുള്ളത്. സോ അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. ഞാൻ എൻ്റെ ഒബ്സർവേഷൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ ഏകദേശം ഒരുപോലത്തെ ഫോട്ടോസാണ് കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഒരുപോലെ ഇരിക്കുന്ന ഫോട്ടോസാണ് രണ്ടും. പക്ഷേ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും സാംസങ്ങിൽ ചെറിയ രീതിയിലുള്ള ബൂസ്റ്റിംഗ് കൂടുതലുണ്ട് കളേഴ്സ്. സെൽഫി ക്യാമറ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് സാംസങ്ങിൻ്റെ സെൽഫി ക്യാമറ ഇഷ്ടമാണ്. ഓക്കെ, ഐഫോൺ മോശമായതുകൊണ്ടല്ല, രണ്ടിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. സാംസങ്ങിൻ്റെ രീതിയിലും ആപ്പിളിൻ്റെ രീതിയിലാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സാംസങ്ങിൻ്റെ സെൽഫി ഫോട്ടോസിൽ കണ്ടില്ലേ ചെറിയ രീതിയിലുള്ള ഒരു ലൈറ്റ് വാം ടോൺ ഉണ്ട്. പിന്നെ ചെറിയൊരു സ്കിൻ സ്മൂത്തിനെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. സെൽഫിയിൽ നമ്മൾ നല്ല ടിപ്പ് ടോപ്പ് ആയിരിക്കണം, അവിടെ നാച്ചുറൽ സംഭവം ഒന്നും വേണ്ട. സെൽഫിയിൽ നമ്മൾ സുന്ദരനും സുന്ദരിയുമായിരിക്കണം. സോ അതാണ് എൻ്റെ ലോജിക്ക്. ആ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ സാംസങ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളുടെ പ്രിഫറൻസ് ഐഫോൺ ആണെങ്കിലും നോ ഇഷ്യൂസ്. ഓക്കെ, പിന്നെ പോർട്രേറ്റ് സെൽഫീസ് രണ്ട് നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ചില ഫോട്ടോസിൽ സാംസങ്ങിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ ആയിരിക്കും നല്ലത്, ചില ഫോട്ടോസിൽ ഐഫോൺ ആയിരിക്കും. പിന്നെ സാംസങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറവാകാനുള്ള കാരണം ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. സൂം ഫോട്ടോസ് നോക്കിയാൽ ഇതാണ് 1x, 2x, 3x, 5x, 10x, പിന്നെ ആപ്പിളിൻ്റെ മാക്സിമം ആണ് 25x. സോ 1x നോക്കുകയാണെങ്കിൽ രണ്ടിലും നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഫോൺ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ഫോട്ടോസ് ആണ് ഇവിടെ എടുക്കുന്നത്, നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ. 2xൽ ഐഫോണിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കാണും, കാരണം 24 മെഗാ പിക്സൽ ഫോട്ടോസ് സേവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ രണ്ട് ഫോണുകളും ഡിജിറ്റലി ആണ് 2x സൂം ചെയ്യുന്നത്. 3xൽ സാംസങ് ആണ് മുന്നിൽ, കാരണം സാംസങ്ങിൽ ഡെഡിക്കേറ്റഡ് 3x ക്യാമറ ഉണ്ട്. 5x രണ്ട് നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ 10x ആണെങ്കിലും 25x ആണെങ്കിലും കണ്ടില്ലേ ഡീറ്റെയിൽസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് സാംസങ്ങിലാണ്. ഇതാണ് ഇൻഡോർ സൂം ഫോട്ടോസ് 1x, 2x, 3x, 5x ആൻഡ് ഫൈനലി 10x. പോർട്രേറ്റ് ഫോട്ടോസ് അറിയാലോ, സാംസങ്ങിൽ 3x പോർട്രേറ്റ് ഉണ്ട്, ഐഫോണിൽ അതില്ല. രണ്ടിലും 2x ഉണ്ട് ആൻഡ് രണ്ടിലും 5x ഉണ്ട്. സോ ഇതാണ് 1x, നല്ല പൊള്ളുന്ന വെയിലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. ഓക്കെ, 2x, 3x സാംസങ്ങിൽ മാത്രമേ ഉള്ളൂ ആൻഡ് 5x രണ്ടിലുമുണ്ട്. സാംസങ് ഐഫോൺ രണ്ടും നല്ലോണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ഫീൽ ഐഫോൺ നമ്മുടെ സബ്ജക്റ്റിനെ കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല വെയിലിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. സോ സാംസങ് ആ ഒരു വെയിലും കാര്യങ്ങളും കുറച്ചും കൂടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിലും ഐഫോൺ ആ ഒരു സബ്ജക്റ്റിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. സോ രണ്ട് ഫോണുകളും അവരുടേതായ രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. എഗെയിൻ 1x, 2x, 3x ആൻഡ് ഫൈനലി 5x. ഈ രണ്ട് ഫോട്ടോസും ഒരുപോലെയാണ് ഇരിക്കുന്നത് ആക്ച്വലി. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഐഫോൺ നമ്മുടെ സബ്ജക്റ്റിനെ, അതായത് എന്നെ കുറച്ചും കൂടി ഇങ്ങനെ എന്തൊരു സംഭവം ഉണ്ടല്ലേ, ഒരു ചെറിയൊരു എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, നല്ലൊരു എടുപ്പുണ്ട് അതിന്. സെൽഫി വീഡിയോസ് രണ്ട് ഫോൺസ് നല്ലോണം തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെൽഫി വീഡിയോസിൽ ഐഫോണിൽ ചെറിയൊരു വാം ടോൺ ഉണ്ട്. സോ അത് കാണാൻ കുറച്ചൊരു രസമുണ്ട്. ഒരു വാം ടോൺ വരുമ്പോൾ, ഒരു ലൈറ്റ് വാം ടോൺ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്ലീസിങ് ലുക്കാണ് തരുന്നത്. ഓക്കെ, എന്നാൽ രണ്ട് ഫോൺസ് നല്ല സെൽഫി വീഡിയോസാണ് ക്യാപ്ചർ ചെയ്യുന്നത്. സോ ഇതാണ് രണ്ട് ഫോണുകളുടെ സെൽഫി പോർട്രേറ്റ് വീഡിയോ സാമ്പിൾസ്. ഓക്കെ, സോ ഐഫോണിൽ ഇതിനെ സിനിമാറ്റിക് വീഡിയോ എന്നാണ് വിളിക്കുന്നത്. ഐഫോണിൽ കുറച്ചും കൂടി ഒരു ഗ്രാജുവൽ അതായിരിക്കും, അതായത് ബ്ലറാണ് കിട്ടുന്നത്. കണ്ടില്ല, എൻ്റെ ചില മുടി ചെറുതായിട്ട് ബ്ലറാവുന്ന കണ്ടോ. അതുപോലെ തന്നെ സാംസങ്ങിൽ ഭയങ്കര കട്ടൗട്ട് ഫീൽ കിട്ടും, എന്നെ നൈസായിട്ട് കട്ടൗട്ടാക്കി വെക്കും. സോ ഗ്രാജുവൽ ബ്ലർ അല്ല, ഭയങ്കര അതാണ് കട്ടൗട്ട് പോലെയാണ്. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അൾട്രാവൈഡ് ക്യാമറ നോക്കുകയാണെങ്കിൽ ഐ ഫീൽ സാംസങ് ഇവിടെ വിന്നറാണ്. ഓക്കെ, ഡീറ്റെയിൽസ് ആണെങ്കിലും ആ ഒരു നമ്മുടെ ഫോട്ടോയുടെ ക്വാളിറ്റി ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് S25 അൾട്രയിൽ ഇത്തവണ വന്നിരിക്കുന്ന പുതിയ 50 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ അൾട്രാ സ്റ്റഡി മോഡ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റഡി മോഡ് എന്നാണ് സാംസങ്ങിന് വിളിക്കുന്നത്. നമ്മുടെ ഐഫോണിൽ അതിന് അറിയാലോ ആക്ഷൻ ക്യാം. സോ ഞാൻ ഓടാൻ പോവാണ്, ലെറ്റ്സ് ഗോ. ഇത് അൾട്രാവൈഡ് ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി. ഇതാണ് രണ്ട് ഫോണുകൾ വെച്ച് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന 4K വീഡിയോ സാമ്പിൾ. സോ ഈ രണ്ട് വീഡിയോസ് കണ്ടാൽ അറിയാം എന്തുകൊണ്ടാണ് ഐഫോൺ ബെറ്റർ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത്. കണ്ടില്ലേ, എന്നെ എല്ലാ സിറ്റുവേഷൻസിലും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഫേസ് ആണെങ്കിലും എൻ്റെ ബോഡി ആണെങ്കിലും എപ്പോഴും നല്ല വെളിച്ചം, നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതാണ് ബേസിക്കലി ഐഫോണിൻ്റെ ഒരു മികവ്. രണ്ട് ഫോണുകളും നല്ല ഡീറ്റെയിൽ ഉള്ള നൈറ്റ് ഫോട്ടോസാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റ് വരുമ്പോൾ സാംസങ്ങിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ഇത് കണ്ടില്ലേ, ആക്സിസ് ബാങ്കിൻ്റെ റെഡ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഐഫോണും എക്സാക്ട്ലി കറക്റ്റ് ഒന്നുമല്ല, പക്ഷേ സാംസങ് അത് കംപ്ലീറ്റ്ലി പിങ്ക് ആക്കിയിട്ടുണ്ട്. ഈവൻ ആ ഒരു കാറിൻ്റെ കളറും ചെറിയ രീതിയിലുള്ള ഒരു പിങ്ക് ഷെയ്ഡൊക്കെ അതിൽ വരുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ രണ്ട് നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. എക്സ്ട്രീം ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, അതായത് കത്ത് നിൽക്കുന്ന ലൈറ്റ്സ്, അത് ഐ ഫീൽ സാംസങ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ എനിക്ക് തോന്നുന്നു ഐഫോൺ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇവിടെ എടുക്കുന്നത് എൻ്റെ സാമ്പിൾസിൽ. എന്നാൽ നൈറ്റിലും സൂം ചെയ്യുമ്പോൾ ഐ ഫീൽ
സാംസങ് ബെറ്റർ സൂം ഫോട്ടോസ് ആണ് തരുന്നത് രാത്രിയിൽ. നൈറ്റ് സെൽഫീസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് സെൽഫീസ് എടുക്കുമ്പോൾ എനിക്ക് പേഴ്സണലി സാംസങ് ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ചില സാഹചര്യങ്ങളിൽ ആപ്പിൾ എന്തോ ഒരു ഭയങ്കര സോഫ്റ്റ് ഫോട്ടോസ് ആണ്, പിന്നെ ചിലയിടത്ത് നോയ്സ് കയറി വരുന്ന പോലെ എനിക്ക് തോന്നി. ഓക്കെ, നൈറ്റ് 4K വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് സാംസങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നൈറ്റ് വീഡിയോസ് നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റ് വീഡിയോസ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഇവിടെ ഐ തിങ്ക് ഐഫോണിൽ ആ ഒരു വെളിച്ചം കൂടുതലുണ്ട്. വെളിച്ചം എന്ന് വെച്ചാൽ ഭയങ്കര വൈറ്റ് വാഷിംഗ്, ഭയങ്കര ബ്രൈറ്റ്നെസ് അല്ല, പക്ഷേ സബ്ജക്റ്റ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് ഐഫോണിൽ. നൈറ്റ് ടൈമിൽ എടുത്തിരിക്കുന്ന സെൽഫി വീഡിയോസിൽ അവിടെ ഇവിടെ ആയിട്ട് ഈ രണ്ട് ഫോണുകളും ചെറിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഡീസൻറ്റ് വീഡിയോസ് ആണ് കിട്ടുന്നത്. ചില ഷോട്ടിൽ സാംസങ് ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്, ചില ഷോട്ടിൽ ഐഫോൺ ആണ് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇതാണ് നൈറ്റ് ടൈമിൽ എടുത്തിരിക്കുന്ന ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ 4K വീഡിയോസ് ഒക്കെ. ഐഫോൺ കുറച്ചും കൂടി ബെറ്റർ ആണ് അല്ലേ, കുറച്ചും കൂടി വെളിച്ചമുണ്ട്, പിന്നെ നമ്മുടെ സബ്ജക്റ്റിനെ കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. സാംസങ് മോശമൊന്നുമല്ല, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഐ ഫീൽ ഐഫോൺ ഈസ് ബെറ്റർ. എന്നാൽ എന്നാണാവോ ആപ്പിൾ അവരുടെ ഈ ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഏലിയൻ ഷിപ്പ് ഇതാ ഇപ്പം ഇറങ്ങുമേ, ഇപ്പോൾ ഇറങ്ങും. ഇപ്പം നോക്കിക്കോ, ഇപ്പം ആ ഒരു ഗ്ലെയർ എന്നാണാവോ ആപ്പിൾ എടുത്ത് മാറ്റാൻ പോകുന്നത്? ഐ ഡോണ്ട് നോ. എല്ലാ തവണ അവർ പറയും എന്തെങ്കിലും കോട്ടിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, അതവിടെ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു കോമ്പാക്ട് സൈസിൽ ഒരു പവർഫുൾ ഫീച്ചർ പാക്ഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ 16 Pro ആണ് ഏക ഓപ്ഷൻ ഇപ്പം. കാരണം അറിയാമല്ലോ, നമ്മൾ ഈ പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുമ്പോഴേക്കും എല്ലാം വലിയ ഫോൺസ് ആണ്. ഇതിനും പ്രോ മാക്സ് ഉണ്ട്, പക്ഷേ ഒരു പ്രോ ഓപ്ഷൻ ഉള്ളത് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് പ്രോ വാങ്ങിച്ചത്, എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചില്ല, അത് അവർ പറയുന്നതാണ്. അതായത് ഇപ്പോൾ പവർഫുൾ ഫോണാണ്, എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്, എന്നാൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന സൈസിലാണ് കിട്ടുന്നത്. സോ അത് ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ ഫോൺ ഇപ്പോഴും ആൻഡ്രോയിഡിലെ ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫോണാണ്. ഒരു പക്ഷേ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വിവോ ആയിരിക്കും ബെറ്റർ ഉറപ്പായിട്ടും. OnePlusൽ നല്ല കിഡ്ലൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്, അതും ആ ഒരു പ്രൈസിൽ. ഓക്കെ, പക്ഷേ ഓവറോൾ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ്. എന്നാൽ ക്യാമറ അടുത്ത വർഷം സാംസങ് ഇംപ്രൂവ് ചെയ്യണം. ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് ആണെങ്കിലും ക്യാമറ, അതായത് ഒരു അൾട്രാ ഫീൽ കിട്ടുന്നില്ല. അതായത് ഈവൻ ബാറ്ററി ആണെങ്കിലും അതൊന്ന് അൾട്രാ ആക്കണം. എനിവേ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇതിൻ്റെ റിവ്യൂവിൽ ഷെയർ ചെയ്യാം. ഇവിടെ തന്നെ എല്ലാം പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾ റിവ്യൂ വീഡിയോ കാണുമല്ലോ. സോ ഇതായിരുന്നു കമ്പാരിസൺ. നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത്? പ്രോ മാക്സ് ആണോ അതോ S25 Ultra ആണോ? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട്. അല്ല, കഴിഞ്ഞില്ല. ഓക്കെ, സോറി കഴിഞ്ഞിട്ടില്ല. മറ്റേ ഇൻട്രോയിൽ പറഞ്ഞൊരു പ്രധാന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരും ഷെയർ ചെയ്യാത്തൊരു കാര്യം, അതാണ് റിപ്പയർ കോസ്റ്റ്. ഡിസ്പ്ലേ മാറ്റാൻ വേണ്ടിയാണെങ്കിലും ബാക്ക് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മദർ ബോർഡ് ആണെങ്കിലും, അതായത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ ചീപ്പായിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിൽ ചെയ്യാൻ പറ്റും, സ്പെഷ്യലി ബാക്ക് ആൻഡ് ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ. അതേ സമയത്ത് ഐഫോൺ ഈസ് വെരി എക്സ്പെൻസീവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇത്രയും വില കൂടിയ ഒരു ഫോൺ വാങ്ങുമ്പോൾ. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.